ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാഹസിക ടൂറിസം മേഖലയ്ക്ക് സർക്കാർ പ്രോത്സാഹനം നൽകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഓശാന ഞായർ ആചരണത്തോടെ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. മതസൗഹാർദ്ദത്തിനായുള്ള മിഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് നിയുക്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. പെരുന്നാൾ നമസ്കാരത്തിന് ഉത്സവ മൈതാനം വിട്ടു നൽകിയ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിക്ക് പള്ളി ഭാരവാഹികളുടെ കൃതജ്ഞത. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സാഹസിക ടൂറിസം മേഖലയ്ക്ക് സർക്കാർ പ്രോത്സാഹനം നൽകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഫറൂഖിൽ റിവർ വേൾഡ് അഡ്വഞ്ചർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാഹസിക ടൂറിസം മേഖലയ്ക്ക് സർക്കാർ എല്ലാ പ്രോത്സാഹനവും നൽകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ ഫറൂഖ് പുതിയ പാലത്തിന് സമീപം തുടങ്ങിയ ജില്ലയിലെ പ്രഥമ സാഹസിക ടൂറിസം സംരംഭമായ റിവർ വേൾഡ് അഡ്വഞ്ചർ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതു ഇടങ്ങൾ ടൂറിസം സംരംഭങ്ങളാക്കി മാറ്റാൻ സ്വകാര്യ സംരംഭകർക്ക് പിന്തുണ നൽകും. ജലകായിക വിനോദങ്ങൾക്കുള്ള സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി കേരളത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൈ ഡൈനിങ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ഉയരത്തിലുള്ള കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കാവുന്ന വളരെ അപൂർവമായ ഒരു അനുഭവമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കയാക്കിംഗ്, സ്പീഡ് ബോട്ടിംഗ്, ഷിക്കാര ബോട്ട് തുടങ്ങിയ ജലകായിക വിനോദങ്ങൾ, പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. മൈസ് ടൂറിസത്തിന് പറ്റിയ ഒരു ഇടമായി ഇത് മാറുകയാണ്. ഇവിടെ മീറ്റിങ്ങുകൾ നടത്താം. വളരെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഹോളാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ കേബിൾ കാറിലൂടെ ഒന്ന് യാത്ര ചെയ്തു. നല്ല അനുഭവമാണുള്ളത്. ഒരു തരത്തിലും ഭയപ്പെടേണ്ട പ്രശ്നം അതിനകത്ത്. പൊതുവെ അഡ്വഞ്ചർ ടൂറിസത്തിന് വലിയ സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മുടെ കേരളത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താനാകുമെന്നുള്ള പരിശോധനയാണ് സർക്കാർ നടത്തിയത്. ഫറൂഖ് നഗരസഭാ അധ്യക്ഷൻ NC അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. VKC ഗ്രൂപ്പ് ചെയർമാൻ VKC മുഹമ്മദ് കോയ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ PC രാജൻ, നഗരസഭാ ഉപാധ്യക്ഷ K റീജ, കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ SK സജീഷ്, ടൂറിസം ജോയിന്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത് ശങ്കർ, മരാമത്ത് ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുനീർ വടക്കുംപാടം, DTPC സെക്രട്ടറി ഡോക്ടർ നിഖിൽ ദാസ്, ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ കൺവീനർ M ഗിരീഷ്, ഡയറക്ടർ T രാധാഗോപി, റിവർ വേൾഡ് മാനേജിംഗ് പാർട്ണർ N രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ക്രൈസ്തവ വിശ്വാസികളുടെ വിശുദ്ധ വാരാചരണത്തിന് ഓശാന ഞായറോടെ തുടക്കമായി. ദേവാലയങ്ങളിൽ കുരുത്തോല വെഞ്ചരിപ്പും പ്രദക്ഷിണവും നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് ഇടവക പുരോഹിതർ നേതൃത്വം നൽകി. ഓശാന ഞായർ ആചരണത്തോടെ വിശുദ്ധ വാരാചരണം തുടങ്ങി. രാവിലെ വെനറിനി കോൺവെന്റിൽ കുരുത്തോല വെഞ്ചരിപ്പിന് ശേഷം ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം നടത്തി. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജിജു പള്ളിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
സഹവികാരി സോജൻ ആലക്കൻ, ഫാദർ ഷിൻഡോ മറയൂർ എന്നിവർ സഹകാർമ്മികരായി. വീടുകളിൽ തയ്യാറാക്കിയ കൊഴുക്കട്ട അപ്പം വിതരണം ചെയ്തു. പാരിഷ് കൗൺസിൽ സെക്രട്ടറി ബൈജു തോമസ്, ജോയിന്റ് സെക്രട്ടറി ജോസ് തെയ്യം തുരുത്തി, മഞ്ജു ഫ്രാൻസിസ്, വെനറിനി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സിസ്ലി എന്നിവർ നേതൃത്വം വഹിച്ചു. സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ കുരുത്തോല വെഞ്ചരിപ്പും പ്രദക്ഷിണവും നടത്തി. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ഓളാറ്റുപുറം കുരുത്തോല വെഞ്ചരിച്ചു. ദിവ്യബലിക്ക് ഫാദർ ഗ്രേഷ്യസ് ടോണി നെവസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്ക് ശേഷം കൊഴുക്കട്ട വിതരണവും ഉണ്ടായി. പാരിഷ് കൗൺസിൽ സെക്രട്ടറി ജോയ്മോൻ തറമ്മൽ, ഡോക്ടർ ബെന്നറ്റ് കൊറിയ, ജെയിംസ് അറക്കൽ, സിജി ജോസഫ്, ആൻസി ബിജു, ആൻസ് ജിതേഷ്, വില്യം ജോൺ, ബാബു പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കോഴിക്കോട് അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ മിഷ് പ്രതിനിധികൾ സന്ദർശിച്ചു. മിഷന്റെ സ്നേഹാദരവ് സ്വീകരിച്ച ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മതസൗഹാർദ്ദത്തിനായുള്ള മിഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും പ്രതികരിച്ചു. നിയുക്ത ആർച്ച് ബിഷപ്പും മിഷന്റെ കാര്യദർശിയുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് മിഷ് പ്രതിനിധികൾ ചേർന്ന് സ്നേഹാദരവ് സമർപ്പിച്ചു. മതസൗഹാർദ്ദത്തിന് മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി മിഷ് നടത്തുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. വിവിധ മതങ്ങളിലുള്ള വിവിധ തുറകളിലുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കൂട്ടായ്മ, ഒരുമ, സ്നേഹം, കമ്മ്യൂണിയൻ എന്നൊക്കെ പറയാമല്ലോ, ആ കമ്മ്യൂണിയനൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. അപ്പോൾ ആ സോഷ്യൽ ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലത്തെ പ്രസ്ഥാനങ്ങൾ ഇനി മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാവണം. അതുപോലെ നമ്മുടെ പ്രവർത്തകർ, ഞാനും ഈ മിഷനൊരു അംഗമാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തേക്ക് പോകാനും നമ്മൾക്ക് ശ്രമിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. മിഷ് അംഗവും പാളയം മൊയ്ഹുദ്ദീൻ പള്ളി ചീഫ് ഇമാമുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ, മിഷ് ട്രഷറർ ഷെവലിയർ സി ചാക്കുണ്ണി, കോർഡിനേറ്റർ മുസ്തഫ മുഹമ്മദ് എന്നിവർ സ്നേഹാദരവ് സമർപ്പിച്ചു. വൈസ് ചെയർമാൻ നസീർ ഹുസൈൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ CA ആലിക്കോയ, AV ഫർദീസ്, നാസിയ ഹാനി, യൂത്ത് വിംഗ് കൺവീനർ ഹാനി മുസ്തഫ എന്നിവരും സംസാരിച്ചു. മിഷന്റെ പ്രവർത്തനത്തിന് വലിയൊരു അംഗീകാരമാണ് കിട്ടിയത്. ഒരു വർഷം കൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു അംഗീകാരം നമ്മൾ പ്രവർത്തനം കിട്ടാൻ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മതസൗഹാർദ്ദം അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറഞ്ഞ നമ്മുടെ എല്ലാവരും നേതൃത്വത്തില് അത് വിപുലീകരിക്കണം. അതിന് പിതാവിന്റെ സ്ഥാനം ലഭിച്ച് അതിനൊരു മുതൽക്കൂട്ടായി കാണുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൗതുക കാഴ്ചകളുമായി സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇതാ നിങ്ങളിലേക്ക്. ഫറോക്ക് മല്ലിക തിയേറ്ററിന് സമീപമുള്ള മലബാർ ടൈൽസ് ഗ്രൗണ്ടിലെ പ്രദർശനത്തിൽ ടണൽ അക്വേറിയം, കാശ്മീർ താഴ്വാരം, ജംഗിൾ, വിദേശ അലങ്കാര പക്ഷികൾ, ഓമന മൃഗങ്ങൾ, മത്സ്യകന്യകമാർ, ഫുഡ് കോർട്ട്, വിപണന സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുതിര സവാരി, ഒട്ടക സവാരി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് പ്രദർശനം. ജീവകാരുണ്യ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ സംഘടിപ്പിച്ചത്. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ വിഷു ഈസ്റ്റർ മേള. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ചേമഞ്ചേരി കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, കോട്ടൺ, സിൽക്ക്, ജൂട്ട് എന്നിവയിൽ തീർത്ത സാരികൾ, കലംകരി, ചുങ്കിടി, കോച്ചപ്പള്ളി തുടങ്ങിയ വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ.
സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത വായ്പ. ഖാദി വിഷു ഈസ്റ്റർ മേള, ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മറ്റു വരും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ട വർക്കിച്ച ആ സാധനം ഇറക്കി. RABC കോഴിക്കോട് ബീച്ചിൽ 28 മുതൽ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുന്നാൾ നമസ്കാരത്തിന് ഉത്സവത്തിനായി തയ്യാറാക്കിയ മൈതാനം വിട്ടുകൊടുത്ത പള്ളിയറയ്ക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിക്ക് പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ കൃതജ്ഞത. ക്ഷേത്ര കമ്മിറ്റിയോട് നന്ദി അറിയിക്കാൻ ഡോക്ടർ ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിലാണ് പള്ളി ഭാരവാഹികൾ എത്തിയത്. കോഴിക്കോട് കിണാശ്ശേരി പള്ളിയറയ്ക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര ഉത്സവം നടക്കുന്ന ദിവസം ഉത്സവത്തിന് തയ്യാറാക്കിയ ഗ്രൗണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് വിട്ടു നൽകിയ പള്ളിയറയ്ക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിക്ക് നന്ദി അറിയിക്കാൻ കിണാശ്ശേരി മസ്ജിദുൽ മുജാഹിദ്ദീൻ ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തി. KNM സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തിയ സംഘത്തെ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PK പുഷ്പരാജ്, സെക്രട്ടറി അടിച്ചിക്കാട്ട് പ്രശോഭ്, T ചന്ദ്രൻ, KPR പ്രസാദ്, സോൾജിത്ത്, K സുധാകരൻ, KK സുഹാസ്, സന്തോഷ് P, മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ മധുര പലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. വർഗീയതയും വിഭാഗീയതയും വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് കിണാശ്ശേരി ക്ഷേത്രം കമ്മിറ്റി രാഷ്ട്രത്തിന് തന്നെ മാതൃകയായിട്ടുണ്ടെന്നും ഇന്ത്യൻ പാർലമെന്റിൽ പോലും ഈ സംഭവം അവതരിപ്പിക്കപ്പെട്ടത് സന്തോഷകരമാണെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PK പുഷ്പരാജ്, സെക്രട്ടറി അടിച്ചിക്കാട്ട് പ്രശോഭ് എന്നിവർക്ക് ഹുസൈൻ മടവൂർ പൊന്നാട അണിയിച്ചു. കിണാശ്ശേരി മസ്ജിദുൽ മുജാഹിദ്ദീൻ ഭാരവാഹികളായ അസ്ലം മണലൊടി, അയൂബ് VV, സമീർ ഖാൻ, ബഷീർ അഹമ്മദ് പറക്കോട്ട്, അബ്ദുൽ റഹീം, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ സലീം ലൈക്ക്, കുഞ്ഞാദു കോയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹോളി ലാൻഡ് പിൽഗ്രീം സൊസൈറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് ശശി തരൂർ MP. മലബാറിലെ വിമാന റെയിൽ യാത്രാ ദുരിതം ലഘൂകരിക്കാൻ ശ്രമിക്കുമെന്നും സൊസൈറ്റി സാരഥികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ MP പറഞ്ഞു. ശശി തരൂർ MPയുമായി ഹോളി ലാൻഡ് പിൽഗ്രീം സൊസൈറ്റി ചെയർമാൻ ഷെവലിയർ C ചാക്കുണ്ണി കൂടിക്കാഴ്ച നടത്തി. തപാൽ വകുപ്പുമായി സഹകരിച്ച് അനാഥ മന്ദിരത്തിലെ അന്തേവാസികൾക്ക് വിഷു കൈനീട്ടവും വിഷു കോടിയും നൽകിയതും ആഘോഷ അവധിവേളകളിൽ അമിത വിമാന നിരക്കിൽ നിന്നും മോചനത്തിനായി കപ്പൽ സർവീസ് ആരംഭിക്കുവാൻ നടത്തിയ പരിശ്രമങ്ങളും തന്നെ ഏറെ ആകർഷിച്ചതായി ശശി തരൂർ MP പ്രതികരിച്ചു. തപാൽ വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ കവറിൽ വിഷുക്കൈ നീട്ടവും ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്റ്റാമ്പും ശശി തരൂർ MPക്ക് കൈമാറി. CC മനോജ്, CMA പ്രസിഡന്റ് K ആനന്ദമണി എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് DCC ഓഫീസ് തുറന്നതിന്റെ ആഹ്ലാദം ഷാർജയിലും. ഇൻകാസ് ഷാർജ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷാർജയിൽ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് സന്തോഷത്തിൽ പങ്കാളികളായി.
അത്യാധുനിക സൗകര്യങ്ങളോടെ 7.5 കോടി രൂപ ചിലവഴിച്ച് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ച ലീഡർ ശ്രീ കെ കരുണാകരൻ മന്ദിരം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്തതോടനുബന്ധിച്ച് ഇൻകാസ് ഷാർജ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു. മുതിർന്ന ഇൻകാസ് നേതാവ് അഡ്വക്കേറ്റ് YA റഹീം ഉദ്ഘാടനം ചെയ്തു. അതിനെല്ലാവരും അസോസിയേഷൻ നമ്മുടെ പ്രതിപക്ഷ നേതാവും ഇൻകാസിന്റെ ബഹുമാനപ്പെട്ട നേതാവായ മധു, അതിനൊക്കെ പ്രാധാന്യത്തോടുകൂടി പറയേണ്ടത് നമ്മുടെ GB. കാരണം ദേശീയ തലത്തിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു വിശുദ്ധമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPI. ഇൻകാസ് ഷാർജ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് മന്തങ്കാവ് അധ്യക്ഷത വഹിച്ചു. രഞ്ജൻ ജേക്കബ്, നവാസ് തേക്കട, റോയ് മാത്യു, AV മധു, അഡ്വക്കേറ്റ് അൻസാർ വയലാർ, GB ബേബി, ജിജു P തോമസ്, ഷാജി വടകര, അഡ്വക്കേറ്റ് അജിത് കുമാർ, ഷഫീഖ് പുതുക്കുടി, സുബിൻ രാജ് വാഗയാട്, ബാനു പ്രകാശ്, ഷിബി ജേക്കബ്, ശ്രീനിവാസൻ ആയഞ്ചേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹോപ്പ് ഷോർ കടലുണ്ടി ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ഫറോക്ക് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റഷീദ് KP ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. റാലിയിലും പ്രതിജ്ഞയിലും ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. ഹോപ്പ് ഷോർ കടലുണ്ടി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ റാലി കടലുണ്ടി വാക്കടവിൽ സമാപിച്ചു. ടുഗദർ ഫോർ ഇൻക്ലൂസീവ്, ടുഗദർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന സന്ദേശത്തിൽ ഹോപ്പ് ഷോർ പരിസരത്തു നിന്നുമാണ് റാലി ആരംഭിച്ചത്. റാലിയിൽ ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും തെറാപ്പിസ്റ്റുകളും അണിനിരന്നു. ഫറോക്ക് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റഷീദ് KP ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കടലുണ്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജി TP ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹോപ്പ് ഷോർ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഹനിയ P ഓട്ടിസം ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വാർഡ് അംഗം ഹക്കീമ മാളിയേക്കൽ, ബാദുഷ കടലുണ്ടി, PV ഷംസുദ്ദീൻ, NK ബിച്ചിക്കോയ, സത്യൻ CK, യൂസഫ്, അബ്ദുൽ സലാം വാസ്കോ, സാദിഖ് അലി മേലത്ത് എന്നിവരും സംസാരിച്ചു. ഹോപ്പ് ഷോർ ട്രസ്റ്റ് സെക്രട്ടറി നജ്മുൽ മേലത്ത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഷറഫുദ്ദീൻ, യൂസഫ് വെള്ളോടത്തിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കോഴിക്കോട് നടക്കാവിലെ ഫിറ്റ് ആൻഡ് ഫൺ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. അംഗങ്ങളുടെ കരോക്കെ ഗാനമേളയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. നടക്കാവ് PM കുട്ടി റോഡിലെ ഫിറ്റ് ആൻഡ് ഫണ്ണിൽ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഫിറ്റ് ആൻഡ് ഫൺ ഡയറക്ടർമാരായ രാജശ്രീ രാംഗോപാൽ, ഗിരീഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഫിറ്റ് ആൻഡ് ഫൺ അംഗങ്ങളുടെ കരോക്കെ ഗാനമേള, ഡാൻസ്, DJ എന്നീ പരിപാടികൾ അരങ്ങേറി. പരിപാടികളിൽ ഫിറ്റ് ആൻഡ് ഫൺ അംഗങ്ങളും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
തമ്പുരാൻ കണ്ടി കാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ 10ാമത് പ്രതിഷ്ഠാദിനാഘോഷങ്ങൾ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി പൂജാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബേപ്പൂർ ശ്രീ തമ്പുരാൻ കണ്ടി കാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം വിവിധ പൂജാവിധികളോടെ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചിറ്റാരി പാലക്കോളില്ലം നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഹാഗണപതി ഹോമം, നിത്യപൂജ, മഹാമൃത്യുഞ്ജയ ഹോമം, വിശേഷാൽ പൂജ, ഭഗവതി സേവ, പ്രസാദ ഊട്ട്, താലപ്പൊലി, ഗുരുതി എന്നിവയോടെയായിരുന്നു പ്രതിഷ്ഠാദിനാഘോഷങ്ങൾ. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് തമ്പുരാൻകണ്ടി പ്രഭാകരൻ, ട്രഷറർ തമ്പുരാൻകണ്ടി സുനിൽകുമാർ, സെക്രട്ടറി തമ്പുരാൻകണ്ടി സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാഹസിക ടൂറിസം മേഖലയ്ക്ക് സർക്കാർ പ്രോത്സാഹനം നൽകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഓശാന ഞായർ ആചരണത്തോടെ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. മതസൗഹാർദ്ദത്തിനായുള്ള മിഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് നിയുക്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. പെരുന്നാൾ നമസ്കാരത്തിന് ഉത്സവ മൈതാനം വിട്ടു നൽകിയ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിക്ക് പള്ളി ഭാരവാഹികളുടെ കൃതജ്ഞത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.